ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെ മറക്കാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറ അൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്ത് നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ ഒരുപക്ഷേ ആ വചനത്തിന്റെ ഗൗരവം, പ്രാധാന്യം എത്ര കണ്ട് നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും എന്നറിയില്ല. വൗദിഅൽ കിതാബ്, ഗ്രന്ഥം സമർപ്പിക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. കുറ്റവാളികൾ അവരുടെ ഗ്രന്ഥം ഭയപ്പാടോടുകൂടി കാണുമ്പോൾ അവര് പറയും, അല്ലാഹുവേ, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എന്റെ ദുനിയവിയായ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒന്നും തന്നെ, ഞാൻ ചെയ്ത ഒന്നും തന്നെ ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ. അവർ ചെയ്തതെല്ലാം അവിടെ ഹാജരാക്കപ്പെട്ടതായി അവർ കാണും. വലാ യദ്ലിമു റബ്ബുക അഹദാ. അല്ലാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. മനുഷ്യന് അവൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കർമ്മരേഖ പരലോകത്ത് അല്ലാഹു കൈമാറുന്ന ഒരു രംഗമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അതെല്ലാം തന്റെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തിയതായി കാണുമ്പോൾ മനുഷ്യൻ നടത്തുന്ന വിലാപമാണ് അല്ലാഹു നമുക്ക് പറഞ്ഞിരുന്നത്. എന്തൊരു ഗ്രന്ഥാണ് റബ്ബേത്! എല്ലാ ചെറുതും വലുതും ഇതിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത്, നോക്കിയത്, കണ്ടത്, കേട്ടത്, ചെയ്തത് എല്ലാം ഉണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ സ്വകാര്യതയിൽ ചെയ്തത്, പരസ്യമായി ചെയ്തത് എല്ലാം ഇതിനകത്തുണ്ടല്ലോ റബ്ബേ എന്നൊരു മനുഷ്യൻ വിലപിച്ചു കരയുന്ന സംഗതിയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ അടുത്തു വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അതൊരു വലിയ ഭാരമാണ് നമുക്ക്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അത് നമുക്കൊരു വലിയ ഭാരമാണ് പരലോകത്ത്. അതുകൊണ്ട് തന്നെ അതിനെ കഴുകിക്കളയാൻ നമ്മൾ മനുഷ്യനാണ്. സംഭവിക്കാതിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. സംഭവിച്ചു പോകുന്നതിൽ നിന്ന് ശുദ്ധമാവുക, ശുദ്ധീകരിക്കുക എന്നതാണ്
ഒരു നമുക്ക് മുന്നിലുള്ള രക്ഷാ മാർഗം എന്ന് പറയുന്നത്. അത് എത്ര ചെറുതായിരുന്നാലും എത്ര വലുതായിരുന്നാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്. എന്നാൽ അതിൽ നിന്ന് മോചനം ലഭിക്കാതെ നമ്മുടെ ദുനിയവിയായ ജീവിതം കടന്നു പോവുകയാണെങ്കിലോ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആഖിബത്തു ദുനൂബ്, തിന്മകളുടെ പര്യവസാനം എന്തായിരിക്കും? ധാരാളം ആളുകൾ സംസാരിച്ച ആയത്തുകളെ ക്രോഡീകരിച്ച് ഹദീസുകളെ വിശദീകരിച്ച് പണ്ഡിതന്മാർ നിരവധിയായി ചർച്ച ചെയ്ത വലിയൊരു മേഖലയാണ്. ചിലതിന് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു ശിക്ഷ നൽകും, ചിലതിനെ പരലോകത്തേക്ക് അള്ളാഹു നീക്കിവെക്കും. ചില തെറ്റുകൾക്ക് ദുനിയാവിൽ നിന്നും പരലോകത്തു നിന്നും അള്ളാഹു ശിക്ഷ നൽകിയേക്കും. ഇങ്ങനെ ഒരു തെറ്റു ചെയ്താൽ അതിന്റെ അനന്തര ഫലത്തെ അനുഭവിക്കാതെ പോകാൻ നമുക്ക് കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ട ഹദീസ് പ്രസിദ്ധമാണ്. സുബഹ നമസ്കാരം കഴിഞ്ഞ് നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ എന്ന ഒരു ആമുഖത്തോടു കൂടി എന്ന ഒരു ചോദ്യം ആമുഖമായി ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലേന്ന് രാത്രി കണ്ട ഒരു സ്വപ്നം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുമ്പോ ശിക്ഷിക്കപ്പെടുന്ന വിവിധങ്ങളായ ആളുകളുടെ അരികിലൂടെ കടന്നുപോയി. ചെരിച്ച് നിലത്ത് കടത്തി തലയിലേക്ക് വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിയപ്പെടുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അവരുടെ തലകൾ ചിന്നിച്ചിതറുന്നു. ഉരുണ്ടുപോകുന്ന കല്ല് ആ എറിയുന്ന മനുഷ്യൻ എടുത്തു കൊണ്ടുവരുമ്പോഴേക്കും അയാളുടെ തല വീണ്ടും പഴയ രൂപത്തിലാകുന്നു. വീണ്ടും ഈ കല്ല് അയാളുടെ തലയിലേക്ക് ഇടുന്നു. ആ വലിയ ഭയാനകമായ മാരകമായ മുറിവുകളേറ്റ് പൊട്ടിപ്പിളർന്ന് കല്ല് വീണ്ടും ഉരുണ്ടുപോകുന്നു. അയാൾ എടുത്തുകൊണ്ടുവരുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോ നബി പറയണ രണ്ടാളുകളാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ അവരോട് ചോദിച്ചു, ആരാണ് ഇയാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നടക്ക്, മുന്നോട്ട് പോ. പിന്നെ കാണുന്നത് കമ്പി കൊണ്ട് വായുടെ വലതുഭാഗത്ത് നിന്ന് ചെവി വരെ പിളർത്തുന്ന ഒരു കാഴ്ചയാണ്. ഒരു കമ്പി കൊണ്ട് ഒരു മനുഷ്യന്റെ വായിന്റെ വലതുഭാഗത്ത് നിന്ന് ഇങ്ങനെ കീറുന്നു. അവിടുന്ന് കമ്പിയെടുത്ത് ഇടതുഭാഗം കീറുമ്പോ വലതുഭാഗത്ത് മുറിവ് കൂടുന്നു. വീണ്ടും വലതുഭാഗത്തേക്ക് വരുന്നു. ഇതിങ്ങനെ രണ്ടു വശവും കാണാൻ കഴിയാത്ത വളരെ ദയനീയമായ വേദനാജനകമായ ശിക്ഷക്കാണ് മനുഷ്യൻ വിധേയമാകുന്നത്. രക്തപ്പുഴയിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ മുങ്ങിത്താഴ്ന്ന് രക്ഷ തേടി കര പറ്റുമ്പോ കരയിലിരുന്ന ഒരാൾ വീണ്ടും അയാളെ കല്ലെറിഞ്ഞ് ആ പുഴയുടെ ചോരപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അയാളെ എറിഞ്ഞോടിക്കുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അയാളിങ്ങനെ കര പറ്റാനാകുമ്പോ വീണ്ടും എറിഞ്ഞോടിക്കുന്നു. അയാളിങ്ങനെ മുങ്ങിത്താഴുന്നു. മരണത്തെ നേരിട്ട് മരണവേദന അനുഭവിച്ച് വീണ്ടും അയാൾ കര പറ്റാറാകുന്ന അയാളെ വീണ്ടും ഒരാൾ കരയിലിരുന്ന് എറിഞ്ഞോടിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ ഒരടുപ്പിന് മുകളിൽ പാത്രം വെച്ച് നഗ്നരായ സ്ത്രീ പുരുഷന്മാർ അതിനകത്തിട്ട് വറുക്കപ്പെടുന്നത് പോലെ താഴെ കത്തിയാളുന്ന, താഴെ തീ കത്തിച്ച് ചുട്ടെടുക്കപ്പെടുന്നത് പോലെയുള്ള കാഴ്ച കാണുന്നു. ഓരോ കാഴ്ച കാണുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, മൻഹാദാ, ഇതാരാണ്? അപ്പോഴൊക്കെ അയാൾ പറയുന്നത്, കൂടെ കൊണ്ടുപോകുന്ന ആളുകൾ പറയുന്നത്, ഇൻതലിഖ്, നീ പോ, മുന്നോട്ട് പോ, നിനക്ക് പറഞ്ഞുതരാം. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ഈ ആളുകളെയൊക്കെ കണ്ട് ആരാണിവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കൊണ്ടുപോകുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹദീസിൽ ഇങ്ങനെ വായിക്കാൻ സാധിക്കും. ഖാലാലി, ആ രണ്ടാളുകളും എന്നോട് പറഞ്ഞു, അമ്മാ ഇന്നാ സനുഖ്ബിറുക അമ്മർ റജുലുൽ അവ്വലുല്ലദീ അതൈത അലൈഹി യുത്ലിഉ റഅസുഹു ബിൽ ഹജർ. നീ ആദ്യം കണ്ട നിലത്ത് കടത്തി തലക്കു മുകളിൽ കല്ലുകൾ എടുത്തെറിഞ്ഞ് തല പിളർക്കുന്ന മനുഷ്യനുണ്ടല്ലോ, രണ്ട് തെറ്റുകളാണ് ആ മനുഷ്യൻ ചെയ്തത്. ഒന്ന്, ഖുർആനിനെ അവൻ അവഗണിച്ചു, ഖുർആനിനെ അവൻ തിരസ്കരിച്ചു. വിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടായിരുന്നിട്ടും അത് പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട, നമ്മളെ വിചാരണ നടത്തേണ്ട വാചകങ്ങളാണ് ഓരോന്നും. രണ്ടാമത്തെ എന്താ പറയുക? നിർബന്ധ നമസ്കാരങ്ങൾ, 5 വഖ്ത് നമസ്കാരങ്ങൾ നമസ്കരിക്കാതെ കിടന്നുറങ്ങിയവനാണവൻ.
അതുകൊണ്ടാണ് അള്ളാഹു അയാളെ ഇത്ര മാരകമായ, എന്തിനാ ഇത്ര കഠിനമായ ശിക്ഷ എന്നിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അള്ളാഹു ഈ രണ്ടു കാര്യങ്ങളെ വലിയ കുറ്റമായിട്ടാണ്, വലിയ തിന്മയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ രണ്ട് തിന്മകളുള്ള മനുഷ്യന് നൽകപ്പെടുന്ന ശിക്ഷയാണത്. എന്നിട്ട് ഒരാളുടെ വായ ഇങ്ങനെ പിളർത്തുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അയാളുടെ വായ പിളർത്തുന്നു, അയാളുടെ മൂക്ക് പിളർത്തുന്നു, അയാളുടെ കണ്ണുകൾ വലിച്ചു കീറുന്നു. ആ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? അയാൾ നുണ പറയുന്ന മനുഷ്യനാണ്. കളവുകൾ പറഞ്ഞ് ആ കളവുകൾ ചക്രവാളങ്ങളിലേക്ക് എത്തും, അഥവാ നാട് മുഴുവൻ പരക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നിട്ടാ മതി, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ 1 സെക്കൻഡ് മതി. പക്ഷേ ലോകം മുഴുവൻ ആ കളവ് പരക്കും. സമൂഹത്തെ കളവ് പറഞ്ഞ്, സമൂഹത്തിൽ കളവ് പറഞ്ഞ് പരത്തുന്ന മനുഷ്യനാണ്, നുണ പറയുന്നവനാണ്. അവൻക്ക് ലഭിക്കുന്ന വേദനാജനകമായ ശിക്ഷയെ കുറിച്ചാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അടുപ്പ് പോലെയുള്ള ഒരു വസ്തുവിന് മുകളിൽ നഗ്നരായ കുറെ സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടില്ലേ? അവരാരാണെന്നറിയാമോ? അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ്. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവരാണ്, ലൈംഗിക രംഗത്ത് തെറ്റു സംഭവിച്ചവരാണ്, പാപം ചെയ്തവരാണ്. ആ ആളുകളെയാണ് അള്ളാഹു ഈ നിലക്ക് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. أتيت عليه يسبح في النهر ويلقم الحجر فإنه آكل الربا. വെള്ളത്തിൽ മുങ്ങി, പുഴയിൽ, ചോരപ്പുഴയിൽ മുങ്ങി താഴ്ന്ന് കരയോടടുക്കുമ്പോ എറിഞ്ഞാട്ടപ്പെടുന്ന മനുഷ്യനെ നീ കണ്ടില്ലേ? അതാരാണെന്നറിയോ? ആക്കിലുർ റിബ, പലിശ തിന്നുന്നവനാണ്. സഹോദരങ്ങളെ, ചില പ്രധാന തെറ്റുകളെ എടുത്ത് അവയുടെ ശിക്ഷകളെ കുറിച്ച് പറയാനല്ല ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഇവിടെ തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് പരലോകത്ത് ശിക്ഷയല്ല എന്നാണ്. പരലോകത്ത് പലിശ തിന്നുന്നവനെ, നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവനെ, ഖുർആനിനോട് പുറം തിരിഞ്ഞു നിന്നവനെ, വ്യഭിചാരിണിക്ക് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചല്ല ഈ ഹദീസ് പറയുന്നത്. മറിച്ച് ഇത് ബർസഖിയായ ജീവിതത്തിലുള്ള ശിക്ഷയെ കുറിച്ചാണ്. മരണം കഴിഞ്ഞ് പരലോകത്ത് മനുഷ്യർ പുനർജീവിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ഇടവേളയുടെ കാലമുണ്ട്, ദീർഘമായ ഒരു സമയമുണ്ട്. ഖബറിനകത്ത് മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലം അല്ലേ? അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ലോകാവസാനം വരെ അവർ ബർസഖിൽ കഴിയും. ആ ബർസഖിയായ ലോകത്ത് ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷകളെ കുറിച്ചാണ് ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നത് എന്നാണ് പ്രവാചകൻ പണ്ഡിതന്മാർ ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. സഹോദരങ്ങളെ, തെറ്റു ചെയ്താൽ, ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചാൽ അതിന്റെ വളരെ വേദനാജനകമായ പര്യവസാനങ്ങളെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ 2 ഖബറുകളിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. ഈ 2 ഖബറുകളിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹായിത്തിൻ മിൻ ഹീതാനിൽ മദീന ഫസമിഅ സ്വൗത ഇൻസാനൈനി യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ. 2 ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ശബ്ദം പ്രവാചകൻ അല്ലാഹു ഒരു മുഅ്ജിസത്തെന്നോണം കേൾപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദബാൻ, ഈ 2 ആളുകളുണ്ടല്ലോ, അവർ ശിക്ഷിക്കപ്പെടുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ. നമ്മൾ ഓർക്കേണ്ട വാക്കതാണ് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട വാചകം അതാണ്. വമാ യുഅദ്ദബാൻ, അവർ ശിക്ഷിക്കപ്പെടുന്നത് ഫീ കബീരിൻ, വലിയ വൻ പാപങ്ങളുടെ പേരിലല്ല, ഒരു മനുഷ്യനെ കൊന്നതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, അനാഥകളുടെ സമ്പത്ത് തട്ടിയെടുത്തതിന്റെ പേരിലല്ല, കോടാനക്കോടി അഴിമതി നടത്തിയതിന്റെ പറ്റിച്ചതിന്റെ പേരിലല്ല, അല്ലേ? ആയിരക്കണക്കിന് കോടി ജനങ്ങളെ പറ്റിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയ 20 വയസ്സായോ 25 വയസ്സായോ കുറെ ആൾക്കാരെ ആർത്തിയുണ്ട്. ആ ആർത്തിയെ ചൂഷണം ചെയ്ത 1000 കോടി 1500 കോടി പണത്തിനൊന്നൊരു വില തന്നെ. അങ്ങനെ പറ്റിക്കുന്ന കാലത്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ ശിക്ഷിക്കപ്പെടുന്ന എന്തിനാണെന്നറിയോ? അയാൾ മൂത്രമൊഴിക്കുമ്പോ മറ സ്വീകരിക്കാത്തവനായിരുന്നു.
രണ്ടാമത്തെ ആൾ വകാനൽ ആഖിറു യംശി ബിൻ നമീമ, ഏഷണി പറഞ്ഞു നടക്കുന്നവനായിരുന്നു. എന്താ ഈ ഹദീസ് നമുക്ക് തരുന്ന പാഠം? എന്താണ് ഈ ഹദീസ് നമുക്ക് തരുന്ന പാഠം? നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന തിന്മകളുടെ പേരിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിൽ കുറ്റങ്ങൾ ചെയ്താൽ അതിനുള്ള തിക്തഫലം പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അതൊരു പക്ഷേ നമ്മുടെ കണ്ണിൽ നിസ്സാരമായ തിന്മയായിരിക്കും. ഒരു മഹാപാപത്തിന്റെ പേരിലല്ല ആ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് നബി അവിടെ കടന്നിരുന്ന ഒരു കമ്പെടുത്ത്, ഒരു പച്ച കമ്പെടുത്ത് അത് മുറിച്ച് 2 ഖബറിന് മുകളിലും ഓരോന്ന് കുത്തിവെച്ചിട്ട് പറഞ്ഞു, അതിന്റെ പച്ചപ്പ് നിലനിൽക്കുന്നിടത്തോളം അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകപ്പെട്ടേക്കാമെന്ന്. ആളുകൾ പലപ്പോഴും ഈ ഹദീസ് വെളിച്ചമാക്കി മരിച്ചു കഴിഞ്ഞാൽ ഖബറിന് മുകളിൽ 2 ചെടി കുഴിച്ചിടാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹദീസിന് അതിന് തെളിവില്ല. പ്രവാചകൻ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഒരു ഖബർ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന് മുകളിൽ 2 ചെടി കുഴിച്ചിടുക എന്ന് പറയുന്ന പരിപാടി ചെയ്തിട്ടില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു മുഅ്ജിസത്താണ്. 2 ഖബറിന് മുകളിലും ഓരോ കമ്പ് കുഴിച്ചിട്ടുമാണ്. തലയുടെ ഭാഗത്ത് ഒരു ചെടിയും കാലിന്റെ ഭാഗത്ത് ഒരു ചെടിയും. അതിനു മുമ്പോ ശേഷമോ ഖബറടക്കി കഴിഞ്ഞപ്പോ പ്രവാചകൻ നട്ടുപിടിപ്പിച്ചിട്ടില്ല എന്നത് സാന്ദർഭികമായി പറയുന്നു. പക്ഷെ പലപ്പോഴും ആളുകൾ അതൊക്കെയാണ് വലിയ സംഭവമായി നമ്മുടെ നാട്ടിൽ കാണാറുള്ളത്. മീസാൻ കല്ല് വെക്കുക, അതിന്റെ മുന്നിൽ പേരെഴുതുക. യഥാർത്ഥത്തിൽ ഖബറിന് മുകളിൽ പേരെഴുതാനോ നമ്പർ എഴുതാനോ ഒന്നും പാടില്ല എന്നതാണ് ഇസ്ലാമിക നിയമം. സാന്ദർഭികമായി പറയുന്നത് മാത്രം. സഹോദരങ്ങളെ, മൂത്രമൊഴിക്കുമ്പോ മറ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഖബറിൽ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുമെന്ന പ്രവാചകൻ പറഞ്ഞത്. നമീമത്തുമായി നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവർ ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്നത്, നമ്മൾ വളരെ ചെറുതായി കാണുന്നത്, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പക്ഷേ വലിയ കുറ്റമായിരിക്കും. ഒരു യാത്രയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു യാത്രയെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വഹാബത്തിന്റെ ചരിത്രം. അവരിങ്ങനെ യാത്ര പോവാണ്. ഭക്ഷണത്തിന്റെ സമയമായി. നബി പറഞ്ഞു, നമുക്ക് യാത്ര നിർത്തി ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഇറങ്ങി. ഭക്ഷണം പാകം ചെയ്യാൻ വിറക് വേണം. സ്വഹാബിമാരിങ്ങനെ നടന്നു. ഒരാൾക്ക് ഒരൊട്ടകക്കാഷ്ടം കിട്ടി, ഒരാൾക്ക് ഒരു കമ്പ് കിട്ടി. അങ്ങനെ കൊണ്ടുവന്നു. എല്ലാ ചെറിയ ചെറിയ വസ്തുക്കളും കൊണ്ടുവന്നപ്പോ അതൊരു വലിയ കൂമ്പാരമായി മാറി. നബി പറഞ്ഞു, ഇതുപോലെയാണ് വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ, ഇതുപോലെയാണ് പാപങ്ങൾ. നിങ്ങൾ നിസ്സാരമായി കാണുന്ന, വളരെ ചെറുതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അയാൾ ഒരു കമ്പ് കൊണ്ടുവന്നു, ഇയാളൊരു വടിക്കഷ്ണം കൊണ്ടുവന്നു. അവർ ഒരുമിച്ച് കൂട്ടിയപ്പോ അവർക്ക് ഭക്ഷണം പാകം ചെയ്തിട്ടും ബാക്കിയാകാൻ മാത്രം വലിയൊരു കൂമ്പാരമുണ്ടായി. ഇതുപോലെയാണ് 1 മണിക്കൂറിലൊന്ന്, ഒരു ദിവസത്തിലൊന്ന്, ഒരാഴ്ചയിലൊന്ന്, അല്ലെ? ഒരു കൊല്ലത്തിൽ 52 എണ്ണമായി, 10 കൊല്ലത്തിൽ 520ആയി, 60 കൊല്ലത്തിൽ എത്രയായി? ചെറിയ ചെറിയ പാപങ്ങൾ, അറിയോ? ചെറിയ കുറ്റങ്ങൾ. വാക്കിലൊന്ന് വന്നുപോയത്, നോട്ടത്തിലൊന്ന് വന്നുപോയത്, കേൾക്കാൻ പാടില്ലാത്ത ഒരു പരദൂഷണത്തിന് കാതോർത്തു കൊടുത്തത്. സാമ്പത്തികമായി 1 രൂപയാണ്, ഒരു കൊല്ലത്തിൽ 1 രൂപയാണ്. 10 കൊല്ലത്തിൽ 10 രൂപയാവും, 50 കൊല്ലത്തിൽ 50 രൂപയാവും. ഒരു കൊല്ലത്തിൽ 1 രൂപ അവിഹിതമായി, അന്യായമായി നമ്മുടെ പോക്കറ്റിലേക്ക് കടന്നു വന്നാൽ സുഹൃത്തുക്കളെ, ഒരു കൊല്ലത്തിലൊന്ന്. ഒരു കൊല്ലത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ 70 കൊല്ലം ജീവിച്ചവന് 70 പാപങ്ങൾക്ക് അല്ലാഹുവോട് മറുപടി പറയേണ്ടി വരും. നമ്മൾ നിസ്സാരമായി കാണാം. ചെറിയ ചെറിയ കുറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിങ്ങനെ നമ്മളറിയാതെ വലിയ പാപത്തിന്റെ ഭാരവും പേറി അള്ളാന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് പാപങ്ങളെ നമ്മൾ ഭയപ്പെടണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴുകിക്കളയണം. അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ? പ്രസിദ്ധമായ ഹദീസാണ്, നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. നബിയെ, പാപ്പരായവൻ ആരാണ്? നബി പറഞ്ഞെന്താ? സ്വഹാബത്ത് പറഞ്ഞെന്താ? സ്വഹാബത്തിനോട് നബി ചോദിക്കുക, ആരാ പാപ്പരായവൻ? സ്വഹാബത്ത് പറഞ്ഞു, മല്ല ദിർഹമലഹു വലാ ദീനാർ, ദീനാറും ദിർഹമൊന്നും ഇല്ലാത്തവൻ അവനല്ലേ പാപ്പരായവൻ? നബി പറഞ്ഞു, അല്ലട്ടോ, അവനല്ല യഥാർത്ഥത്തിൽ പാപ്പരായവൻ. ആരാ? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ.
അവൻ കുറെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുത്തേക്ക് വിചാരണാ സമയത്ത് വരും. അവൻ നിസ്കരിച്ച ഒരുപാട് നിസ്കാരങ്ങൾ അവന്റെ കയ്യിലുണ്ടാകും. ശ്രദ്ധിക്കണേ, അവൻ നോറ്റ് വീട്ടിയ, അവൻ നോറ്റ് തീർത്ത ഒരുപാട് നോമ്പുകൾ അവന്റെ കയ്യിലുണ്ടാകും. അവൻ കൊടുത്തു തീർത്ത ഒരുപാട് സക്കാത്തും സദഖയുടെയും വലിയ പ്രതിഫലത്തിന്റെ വലിയ ഒരു ഭാണ്ഡവുമായിട്ടാണ് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരിക. ഒരു റിവായത്തിൽ പറഞ്ഞതെന്നറിയോ, ഒരു മലയോളം നന്മയുമായി വരുന്നതാണ്. മലകളോളം, ജിബാൽ എന്ന വാക്ക് പ്രയോഗിച്ച ഹദീസിൽ ജബൽ എന്നല്ല, ജിബാൽ ബഹുവചനമായിട്ട്, മലകളോളം പർവ്വതങ്ങളോളം അമലുമായിട്ട് അയാൾ പരലോകത്ത് വരും. എന്നിട്ടോ അവനൊരാളെ ആക്ഷേപിച്ചിട്ടുണ്ട്, വേറൊരാളുടെ മേൽ അപവാദം പ്രചരിപ്പിച്ചിട്ടുണ്ട്, വേറൊരാളുടെ സമ്പത്ത് അന്യായമായി അവൻ ഭക്ഷിച്ചിട്ടുണ്ട്, വേറൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്, വേറൊരാൾ അവൻ അടിച്ചിട്ടുണ്ട്, അല്ലേ, വാക്കുകൊണ്ട് വേദനിപ്പിച്ചു, അടിച്ച് ശരീരത്തിൽ വേദനിപ്പിച്ചു, സമ്പത്ത് കവർന്നെടുത്തു. നമുക്ക് അക്രമങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത കാലത്താണ്, അല്ലെ? റാഗിങ്ങിന്റെ വാർത്ത നില കേട്ടില്ലേ, വീഡിയോകൾ കണ്ടില്ലേ? കോമ്പസ് കൊണ്ട് ഒരു കുട്ടിയെ കട്ടിലിൽ കാല് കെട്ടിയിട്ട് കടത്തി അവന്റെ ശരീരം മുഴുവൻ ലോഷനൊഴിച്ച് കോമ്പസ് കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇവിടെ തുള വീഴുണ്ടോ, വേദനാകുണ്ടോ എന്ന് ചോദിക്കുന്ന, അല്ലെ, കാരുണ്യം പറ്റി വരണ്ട മൃഗീയത മനുഷ്യൻ പേറി നടക്കുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. സഹോദരങ്ങളെ, വാക്കുകൊണ്ട് വേദനിപ്പിച്ചവൻ അവൻ കൊണ്ടുവരുന്ന നിസ്കാരങ്ങള് ആർക്ക് ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കുന്നതാണ്. ചീത്ത പറഞ്ഞവന് കുറെ നിസ്കാരം കൊടുത്തു, ശാരീരികമായി വേദനിപ്പിച്ചവനെ കുറെ നോമ്പ് കൊടുത്തു, മാനസികമായി മുറിപ്പെടുത്തിയവൻ, ആക്ഷേപങ്ങൾ കൊണ്ട് വേദനിപ്പിച്ചവൻ, അപവാദ പ്രചരണം നടത്തിയവന് സക്കാത്ത് കൊടുത്തതിന് മുഴുവൻ കൂലി കൊടുത്തു. മുഴുവൻ തീർന്നു. മലയോളം, മലപർവ്വതങ്ങളോളം നന്മകളുമായി അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് ഒന്നുമില്ലാത്തവനായി ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും ആളുകൾ വരിക, എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്നെ ആക്രമിച്ചിട്ടുണ്ട്, അപ്പൊ എന്നാ കൊടുക്കാൻ നന്മയില്ലെങ്കിൽ അവന്റെ തിന്മങ്ങട് പിടിച്ചോ. അവൻ ചെയ്ത കളവിന്റെ, അവൻ പറഞ്ഞ നുണയുടെ, അവൻ ചെയ്ത വിചാരത്തിന്റെ ആ പാപങ്ങളൊക്കെ ഇയാളുടെ തലയിലെത്തും. എന്നിട്ടോ മലകളോളം നന്മകളുമായി വന്നവൻ നരകത്തിൽ എറിയപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അവനാണ് യഥാർത്ഥത്തിൽ മുഫ്ലിസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളെ, തിന്മകളുടെ പര്യവസാനം അത് ചെറുതല്ല. അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എത്ര നിസ്സാരമാണെങ്കിൽ പോലും അതൊരു പക്ഷേ ഞാൻ അത് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പള്ളി പരിപാലിക്കുന്നുണ്ടല്ലോ, ഞാൻ മദ്രസ നോക്കി നടത്തുന്നുണ്ടല്ലോ, ഞാൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെ, ഞാൻ ജനങ്ങളെ സേവിക്കുന്നുണ്ടല്ലോ. എത്രയോ ആളുകൾക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യുന്നവരാ, ഞാനൊരു ജമാഅത്തും നഷ്ടപ്പെടുത്തുന്നില്ലല്ലോ. സഹോദരങ്ങളെ, അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. പക്ഷേ തിന്മകൾ അതിന്റെ അപ്പുറത്തേക്ക് കടന്നുപോയാൽ അതിന്റെ പരിണിത ഫലത്തെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഖൈബർ യുദ്ധം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാന യൗമ ഖൈബർ, ഖൈബർ യുദ്ധമായി കടന്നപ്പോൾ അഖബല നഫറുൻ മിൻ സ്വഹാബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, സ്വഹാബത്ത് നബിയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയാണ്, നബിയേ, ഫുലാനുൻ ഷഹീദ്, ഫുലാനുൻ ഷഹീദ്, ഫുലാനുൻ ഷഹീദ്, അയാളുണ്ടല്ലോ, അയാൾ ഷഹീദായി നബിയേ, മറ്റാള് ഷഹീദായി, മറ്റാള് ഷഹീദായി, ഓരോരുത്തരുടെ പേരെടുത്ത് ഇങ്ങനെ പറയാം. ഫഖാലു ഫുലാനുൻ ഷഹീദ്, അയാള് ഷഹീദായി എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോ നബി പറഞ്ഞു, കല്ലാ, അങ്ങനെ പറയണ്ട, ഇന്നി റഅയ്തുഹു ഫിന്നാർ, ഞാൻ അവനെ നരകത്തിൽ കണ്ടു എന്നാണ്. ഫി ബുർദത്തിൻ ഗല്ലഹാ ഔ അബാഅത്തിൻ, അവൻ അഭിഹിതമായി സമ്പാദിച്ച ഒരു പുതപ്പിന്റെ പേരിൽ നരകത്തിൽ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സൈന്യത്തിലേക്ക് ചേരാൻ വേണ്ടി വിളിച്ചപ്പോ ഓടി വന്ന മനുഷ്യനാണ്. തന്റെ സമ്പത്ത് മുഴുവൻ എടുത്ത്, വീട്ടിലായുധമെടുത്ത്, ഇന്നത്തെ പോലെയാണോ രാജ്യം വിളിച്ചു കൊണ്ടുപോയി സൈന്യത്തിൽ ചേർത്ത് പരിശീലനം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, ആയുധം കൊടുത്ത് യുദ്ധത്തിന് പറഞ്ഞേക്കുന്ന രീതിയാണോ? അല്ലല്ലോ. വീട്ടിലായുധം കൊണ്ടുപോകണം, വീട്ടിലെ വാഹന മൃഗം കൊണ്ടുപോകണം, യുദ്ധവാഹനം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം, യുദ്ധത്തിനാവശ്യമായ സമ്പത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം, ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. എല്ലാം സഹിക്കാൻ തയ്യാറായ, ത്യജിക്കാൻ തയ്യാറായ മനുഷ്യനാണ് ഒരാൾ യുദ്ധത്തിന് ചെല്ലുക. അങ്ങനെ വന്ന ഒരാളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, ഫിന്നാരി ഫീ ബുർദത്തിൻ റഅയ്തുഹു ഫിന്നാരി ഫീ ബുർദത്തിൻ ഗല്ലഹാ,
അയാൾ അവിഹിതമായി സമ്പാദിച്ച യുദ്ധമുതലിൽ നിന്ന് പ്രവാചകൻ വീതിച്ചു കൊടുക്കുന്നത് അടുക്കുക, അതല്ലാത്തത് അയാളുടെ ജീവിതത്തിൽ വന്നുപോയി. അതുകൊണ്ട് അയാൾ നരകത്തിൽ ഞാൻ അയാളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യബ്ന ഖത്താബ് ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, നീ പോയിട്ട് ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയണം, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, പാപങ്ങൾ നമുക്ക് നമ്മുടെ പരലോക ജീവിതം പ്രയാസകരമാണ്. അതുകൊണ്ട് ആ പാപങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പല പല വഴികളുണ്ട്. വസ്ത്രത്തിൽ മലിനമായാൽ നമ്മളത് കഴുകി വൃത്തിയാക്കും. ശരീരത്തിൽ മാലിന്യങ്ങൾ പുരണ്ടാൽ നമ്മളത് അതിന്റെ ആ മാലിന്യത്തിന്റെ ദുർഗന്ധവും പേറി നടക്കുവോ? ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ നമുക്ക് മടിയാവില്ലേ? വൃത്തിയാക്കും, കഴുകും, പിന്നെയും പിന്നെയും നമ്മൾ മണത്തോക്കും. നല്ല സുഗന്ധമുള്ള സോപ്പ് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും കഴുകും. ദുർഗന്ധമില്ലാതിരിക്കാൻ ശരീരത്തിലെ മാലിന്യങ്ങൾ കഴുകിക്കളയാൻ, അല്ലേ? കാലം കുറെ കഴിയുമ്പോ വീടിന്റെ പെയിന്റ് മങ്ങിപ്പോകുമ്പോ നമ്മൾ പുതിയ പെയിന്റ് അടിക്കും. സഹോദരങ്ങളെ, ഹൃദയത്തിനാണ്, മനസ്സിനാണ് കളങ്കമേൽക്കുന്നത്. ഒരു തെറ്റ് ചെയ്യുമ്പോ അയാളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത് വീഴുന്ന, അടുത്ത് ചെയ്യുമ്പോ വീണ്ടും വീഴുന്ന, അല്ലെ? കറുത്തു പുകഞ്ഞ ഹൃദയങ്ങളുമായി നമ്മൾ ജീവിക്കണം. ഇത് കഴുകിക്കളയണ്ടേ? അതിനുള്ള വിവിധങ്ങളായ അവസരങ്ങളുണ്ട്. ഏറ്റവും നല്ല അവസരത്തിലേക്ക് നമ്മൾ എടുക്കുകയാണ്. പരിശുദ്ധ റമദാൻ നമുക്കിതാ സമാഗതമാകുന്നു. നമ്മുടെ ഉള്ളിൽ ഉറച്ച തീരുമാനമുണ്ടാകണം, ഉറച്ച പ്രതിജ്ഞയുണ്ടാകണം. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളിൽ നിന്നും എന്റെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കാനുള്ള ഈ റമദാൻ എന്ന വലിയ അവസരത്തെ ഞാൻ ഉപയോഗിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടിയാകണം ഇൻഷാ അല്ലാഹ് ഈ റമദാനിലേക്ക് നാം നടന്നെടുക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നടന്നുപോയ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ ജീവിച്ചു തീർത്ത ദിവസങ്ങളെ, മാസങ്ങളെ, ആഴ്ചകളെ, വർഷങ്ങളെ സൂക്ഷ്മമായി ഒന്ന് വിലയിരുത്തുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്ന എന്തെല്ലാം തിന്മകളുണ്ട്. പരലോകത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പേടി തോന്നുന്ന എന്തെല്ലാം കുറ്റങ്ങളുണ്ട്. നമുക്ക് സംഭവിച്ചു പോയ എന്തെല്ലാം തരത്തിലുള്ള പാപങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് ആ തിന്മകളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കഴുകി വൃത്തിയാക്കി ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സോടെ, നല്ല മനസ്സോടെ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വിശാലമായ ഒരു അവസരം നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു. പരിശുദ്ധ റമദാൻ. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാന മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ ജുതുനിബത്തിൽ ഖബാഇ. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ തിന്മകൾക്കുള്ള, ചെറുദോഷങ്ങൾക്കുള്ള, വൻപാപങ്ങളല്ലാത്ത ചെറുദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങളാണ് 5 നേരത്തെ നമസ്കാരം. ഒരു നിസ്കാരം കഴിഞ്ഞു അടുത്ത നമസ്കാരത്തിന്റെ എന്തെങ്കിലും ചെറുപാപങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത നിസ്കാരം കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരു ജുമുഅ കഴിഞ്ഞു ആ ഒരാഴ്ചയിൽ സംഭവിച്ചു പോയ ചെറുദോഷങ്ങൾ, ചെറുപാപങ്ങൾ അടുത്തൊരു ജുമുഅയോടുകൂടി അള്ളാഹു നമുക്ക് പുറത്തു തരും. ഒരു റമളാൻ കഴിഞ്ഞു ഒരു കൊല്ലത്തിൽ സംഭവിക്കുന്ന തിന്മകൾ, കുറ്റങ്ങൾ, ചെറുദോഷങ്ങൾ അള്ളാഹു മറ്റൊരു റമളാനോടുകൂടി നമുക്ക് പൂർണ്ണമായും പുറത്തു തരും. വൻപാപങ്ങളോ അള്ളാഹുവിലേക്ക് അറിഞ്ഞ് തൗബ ചെയ്ത് കരഞ്ഞു പറഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് മോചനം സാധ്യമാണ്. എല്ലാവിധ തിന്മകളിൽ നിന്നും
രക്ഷപ്പെടാനുള്ള വലിയൊരു വഴിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി തൗബ ചെയ്ത് മടങ്ങി പരമാവധി ചെയ്യാനുള്ള മുഴുവൻ അമലുകളും ചെയ്തു കൂട്ടി ജീവിതത്തിൽ ശീലിച്ചു കൊണ്ടുപോകുന്ന തിന്മകളിൽ നിന്ന്, ലഹരിയുണ്ടെങ്കിൽ, പുകവലിയുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ, കാണാൻ പാടില്ലാത്തത് കാണുന്ന ശീലമുണ്ടെങ്കിൽ എല്ലാം ഈ റമദാനോടുകൂടി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വലിയൊരു അവസരമാണ്. അത് അങ്ങനെ തന്നെ എടുക്കാനും ആ നിലക്ക് തന്നെ മനസ്സിലേക്ക് എടുക്കാനും നടപ്പിലാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പല ആളുകൾക്കും രാത്രി വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഭാര്യ വിളിച്ചിട്ട് കുറച്ച് പച്ചക്കറി കൊണ്ടുവരണല്ലോ, അപ്പൊ എന്താന്ന് പ്രത്യേകത, അത്താഴം കഴിക്കണ്ടേ, അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, നാളെ നോമ്പല്ലേ എന്ന് ചോദിക്കുമ്പോഴേ ചില ആളുകൾക്ക് റമദാനായോ എന്ന് ചിന്തിക്കുന്നത്. എത്ര പെട്ടെന്ന് ആ വർഷം കടന്നുപോയത് എന്ന് ആലോചിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു വിശ്വാസി റമദാനെ അറിയേണ്ടത് അങ്ങനെയല്ല. പുലർച്ചക്ക് അത്താഴത്തിന് വിളിക്കുമ്പോഴല്ല അന്ന് നോമ്പാണോ എന്ന് നമ്മൾ അറിയേണ്ടത്. മുമ്പേ അറിയണം, നല്ല പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാൻ എന്നുള്ളത് ഒരു നീയത്താണ്. അത് നടപ്പിലായില്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു പക്ഷെ നമുക്ക് കൂലി കിട്ടും, അല്ലേ? ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാൾക്ക് ഒരു പൂർണ്ണമായ നന്മ രേഖപ്പെടുത്തുക. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്താൽ അയാൾക്ക് 10 മുതൽ 700 ഇരട്ടി വരെ കൂലി കിട്ടും. നമ്മൾ പ്ലാൻ ഒന്നും നടപ്പിലായില്ല എന്ന് വിചാരിക്കുക, എങ്കിലും നമ്മളൊന്ന് ആഗ്രഹിക്കുക, ഒന്ന് ആസൂത്രണം ചെയ്യാം. ഞാൻ പുലർച്ചെ എഴുന്നേൽക്കുന്ന സമയം, ആ ഭക്ഷണം കഴിച്ച് സുബഹ വരെ എത്ര സമയമുണ്ടാകണം, ആ സമയത്ത് ഞാൻ എത്ര ഖുർആൻ ഓതും, സുബഹ എവിടെ നിന്ന് ജമാഅത്തായി നമസ്കരിക്കും, തറാവീഹ് എവിടെ നിന്ന് ഒരു ദിവസം പോലും ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടാതെ നിർവഹിക്കാൻ സാധിക്കും, ഞാൻ എത്ര സ്വതക്ക കൊടുക്കും, ഞാൻ ആരെയെല്ലാം സഹായിക്കും, എന്റെ മഗ്‌രിബ് നഷ്ടപ്പെടാത്ത വിധം ഏതു പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറക്ക് ഞാൻ എല്ലാ ദിവസവും എത്തുക, ജമാഅത്ത് നഷ്ടപ്പെടരുത്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് പ്രതിജ്ഞയെടുക്കാൻ, നീയത്താക്കാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ജുമാ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു 30 ദിവസക്കാലം പുണ്യങ്ങളുടെ പുണ്യകാലമെന്ന് അത് എന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകണമെന്ന ഒരു തീരുമാനത്തോടു കൂടിയാണ് പിരിഞ്ഞു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുറത്ത് ഒരു സഹോദരി ചില ചികിത്സാ സഹായമൊക്കെ ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടുത്തെ കളക്ഷൻ പള്ളി പരിപാലന ഫണ്ടിലേക്കാണ്, അതും ശ്രദ്ധയിലുണ്ടാകണം. അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും രോഗങ്ങൾ ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. 4 ആളുകൾ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ഒരു സഹോദരന്റെ മരണവും ഉൾപ്പെടെ 4 ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആ സഹോദരൻ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രി കിടക്കകളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്കെല്ലാം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.